ഹായ് ഗായ്സ്, പത്തനംമാറ്റ സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അനിയെ വിവാഹം കഴിച്ചതിന് ശേഷം അനാമിക എങ്ങനെയെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അനാമികയുടെ പ്രധാന ശത്രു നയന തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനാമിക വിവാഹം കഴിഞ്ഞൊക്കെ ചെല്ലുന്ന സമയത്ത് അനാമികയുടെ അച്ഛൻ വിളിക്കുന്നുണ്ട്, മോളെ പണം ഒക്കെ അത്യാവശ്യമാണ്, ആ പലിശക്കാരൻ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് എങ്ങനെയായാലും ഇപ്പം വിവാഹമൊക്കെ കഴിഞ്ഞില്ലേ, അനന്തപുരിയിലെത്തിയില്ലേ, ഇനി മോള് കുറച്ച് പണം ഞങ്ങൾക്ക് തന്ന് സഹായിക്കണം എന്ന് പറയാം. അപ്പം ഉടനെ അനാമിക പറയുന്നുണ്ട്, അതെങ്ങനെ അച്ഛാ, ഞാനിപ്പോൾ ഇങ്ങ് വന്നതല്ലേ ഉള്ളൂ, വിവാഹം അങ്ങ് കഴിഞ്ഞതല്ലേ ഉള്ളൂ, കുറച്ച് ദിവസം കഴിയട്ടെ, ഞാൻ പണമെല്ലാം തരാമെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ വേണു പറയുന്നുണ്ട്, അതുപോലെ മോളെ, ഞങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം വേണം, മോളൊരു കാര്യം ചെയ്യേ, ഇപ്പം തന്നിരിക്കുന്ന ആ സ്വർണ്ണം ഇല്ലേ, ആ ഗോൾഡ് കുറേയൊക്കെ മോൾ ഇങ്ങോട്ട് കൊടുത്താ, ഞാനത് വിൽക്കുവോ പണയം വയ്ക്കുവോ എന്തെങ്കിലും ചെയ്തിട്ട് അയാളുടെ പൈസ കുറേ കൊടുക്കാം, അതിങ്ങോട്ട് കൊടുത്താൽ അതിപ്പോൾ അവിടെ ആരന്വേഷിക്കാനാണ്, അവരൊക്കെ കോടീശ്വരന്മാരും സ്വർണ്ണക്കടയൊക്കെ ഉള്ളവരല്ലേ, അവരിപ്പോൾ ഈ ഗോൾഡൊന്നും നോക്കാൻ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് മോള് കൊണ്ട് തരാൻ പറയണം. അപ്പം അനാമിക പറയുന്നുണ്ട്, അതച്ഛാ ഇങ്ങനെ വന്നതല്ലേ ഉള്ളൂ, എല്ലാവരും ഇപ്പം ഇനി എന്നോട് ചോദിക്കുകയല്ലേ, ഗോൾഡൊക്കെ എവിടെയാണെന്ന് ചോദിക്കുകയല്ലേ, അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി കഴിയട്ടെ, എന്നിട്ട് ഞാനത് കൊണ്ട് തരാമെന്നൊക്കെ അച്ഛനോട് പറയാണ്. അപ്പോഴേക്കും അനാമിക അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അനാമികയുടെ മനസ്സിലുണ്ട് എങ്ങനെയാണ് അച്ഛന് പണം കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഗോൾഡ് കൊണ്ട് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാവരും തിരക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുക. ഈ സമയത്താണ് ദേവയാനിയും അതുപോലെ ജലജയും ജാനകിയും ഒക്കെ അനാമികയുടെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കുശലം പറഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ദേവയാനിക്കാണെങ്കിൽ അനാമികയോട് ഭയങ്കര സ്നേഹമാണ്, കാരണം നയനയോട് ഇല്ലാത്തൊരു സ്നേഹമാണ് അനാമികയോട്. പണമുള്ള വീട്ടിലെ പെൺകുട്ടിയാണെന്നുള്ള ഒരു ധാരണയിൽ ഭയങ്കര സ്നേഹമാണ് ദേവയാനിക്ക്. അപ്പം ദേവയാനി പറയുന്നുണ്ട്, മോളെ ഈ ഗോൾഡൊക്കെ ഊരി നമ്മുടെ ലോക്കറിൽ കൊണ്ട് വെച്ചോളൂ എന്ന് പറയണം, ഞങ്ങളൊക്കെ അങ്ങനെയാണ്, ഞങ്ങളുടെ ഗോൾഡൊക്കെ ഇവിടെ ലോക്കറിൽ ഇരിക്കുകയാണെന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കും അവിടെ വയ്ക്കും, വർഷങ്ങളായിട്ട് ഉള്ള ഗോൾഡ് വരെയാണ് ഇവിടെ ഉണ്ട്, മുത്തശ്ശിയുടെ വരെ എല്ലാ സാധനങ്ങളും ഉണ്ട് വിവാഹത്തിൻ്റെ, ഇപ്പം ഇനി മോളുടെ ഇനി അങ്ങനെ കാലങ്ങളോളം ഇരിക്കേണ്ടതല്ലേ, അപ്പം നമുക്കിവിടെ ലോക്കറുണ്ട്, അതിൽ കൊണ്ട് വയ്ക്കാം, മോൾക്ക് ആവശ്യമുള്ളപ്പം എടുക്കാമെന്ന് പറയണം കേട്ടോ. അപ്പോൾ ആ ജലജയും പറയുന്നുണ്ട്, അതെ നേരാണ് മോളെ, അങ്ങനെയാണ് ഞങ്ങളൊക്കെ ചെയ്യുന്നത്, ഏത് വേണേലും എടുക്കുക, ഇപ്പം ഞങ്ങളുടെയൊക്കെ വേണമെങ്കിലും മോൾക്ക് എടുത്ത് ഉപയോഗിക്കാമെന്ന് പറയണം, ആവശ്യമുള്ളപ്പം എടുത്ത് ഉപയോഗിച്ചു, അതിനൊരു കുഴപ്പമില്ല എന്ന് പറയണം. അങ്ങനെയാണ് ഇവിടെ എല്ലാവരും എന്ന് പറയുമ്പോഴത്തേക്കും അനാമികയുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടുകയാണ്. അനാമിക വിചാരിക്കുകയാണ്, ഇതിൽ നിന്ന് കുറേ ഗോൾഡ് അങ്ങോട്ട് അടിച്ചു മാറ്റിയാലും ആരും അറിയാനൊന്നും പോകുന്നില്ലല്ലോ, എങ്ങനെയാലും ഇതിൽ നിന്ന് കുറേ ഗോൾഡ് അടിച്ചു മാറ്റണം, എന്നിട്ട് ഇത് ആ പണി നയനയ്ക്ക് തന്നെ കൊടുക്കണം, കാരണം അവളാണ് അടിച്ചു മാറ്റിയെന്നുള്ളൊരു ഇത് ഇവിടെ പരത്തണം, അപ്പോൾ അവൾക്കൊരു പണിയാവും, എനിക്ക് ഗോൾഡും കിട്ടും എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഗോൾഡ് എടുത്ത് വെച്ചോളാം, ലോക്കറിൽ കൊണ്ട് വെച്ചോളാം വലിയമ്മയെന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് അനാമിക പതുക്കെ പോവാണ്, ലോക്കറിൻ്റെ അങ്ങോട്ട് പോയിട്ട് അനാമികയുടെ ഗോൾഡ് കുറേയൊക്കെ വെച്ചിട്ട് ആണ് എടുത്ത് നയനയുടെ അടുത്ത് വെക്കണം. അപ്പോൾ ഈ സമയം നയന തൻ്റെ ഗോൾഡ് കൊണ്ട് വയ്ക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അവിടെ പൊതുവായിട്ടുള്ള ഗോൾഡ് കല്യാണത്തിന് അണിഞ്ഞിരുന്നത് തിരിച്ചു കൊണ്ട് വയ്ക്കാൻ പോവാണ് നയന. അപ്പോഴും ദേവയാനി കുത്തുവാക്കൊക്കെ പറയുന്നുണ്ട്, നിനക്കിതൊന്നും ഇല്ലല്ലോ, ഞങ്ങളുടെയൊക്കെ അടുത്തല്ലേ നീ ഉപയോഗിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നയനയോട്. നയന പോയിട്ട് ഗോൾഡ് കൊണ്ടുപോയി വയ്ക്കുന്നുണ്ട് ലോക്കറിൽ വെച്ചിട്ട് നയന പോവാണ്. അതേസമയം അനാമികയും ചെന്നിട്ട് ക്യാമറയൊക്കെ മറച്ച് വെച്ചിട്ട് അവിടെ ചെന്ന് ആ ഗോൾഡ് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ അകത്തുനിന്ന് കുറേ ഗോൾഡ് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. മാറ്റിയിട്ട് ആ ഗോൾഡ് കൊണ്ടുപോയി അതിൽ കുറച്ച് കൊണ്ടുപോയി നയനയുടെ റൂമിലേക്ക് വയ്ക്കുകയാണ്. കാരണം നയനയാണ് ഇത് മോഷ്ടിച്ചതെന്ന് വരണം, അതേസമയം കുറേ ഗോൾഡ് എടുത്ത് അച്ഛന് കൊടുക്കുകയും ചെയ്യാം, ഒരു പണി നയനയ്ക്കിട്ട് കൊടുക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ നയനയുടെ റൂമിൽ കൊണ്ട് ഗോൾഡ് വയ്ക്കുകയാണ്. അങ്ങനെ അത് കഴിയുമ്പോഴേക്കും പിന്നെ ഒരു സമയത്ത് ഇതൊക്കെ അനാമിക പറയുകയാണ് കേട്ടോ. അനാമിക പറയുകയാണ് ജലജയോടും ദേവയാനിയോടും ജാനകിയോടും ഒക്കെ ആയിട്ട് പറയുക, എൻ്റെ ഗോൾഡൊന്നും കാണുന്നില്ല, ഞാനിവിടെ ലോക്കറിൽ വെച്ചതാണ്, അതൊന്നും കാണുന്നില്ലെന്ന് പറയാണ്. പിന്നെ ഈ ഗോൾഡൊക്കെ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് ഇവർ അന്വേഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് പെറുക്കി ചെല്ലുമ്പം നയനയുടെ റൂമിൽ നിന്ന് കുറച്ച് ഗോൾഡ് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും എല്ലാവർക്കും സംശയമാവും, നയനയാണ് ഇത് മോഷ്ടിച്ചതെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുകയാണ് അനാമിക. അനാമിക എല്ലാവരോടും പറയുന്നുണ്ട്, ദേ ഈ നയനേച്ചിയാണ് എൻ്റെ ഗോൾഡ് എല്ലാം എടുത്തത്, ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ പോരായിരുന്നു, ഞാൻ കൊടുക്കില്ലായിരുന്നു, ഇങ്ങനെ മോഷ്ടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ, അനന്തപുരി തറവാട്ടിലെ പെൺകുട്ടിക്ക് ഇങ്ങനെ മോഷ്ടിക്കണോ, ചിലപ്പോൾ അവളുടെ വീട്ടിലേക്ക് കൊടുക്കാനായിരിക്കും എന്നൊക്കെ ഇങ്ങനെ തിരിച്ചു പറഞ്ഞ് ഗോളടിക്കുകയാണ് അനാമിക. അങ്ങനെ അനന്തപുരിയിൽ മൊത്തം പ്രശ്നം ഉണ്ടാക്കുകയാണ് അനാമിക. അതുപോലെ തന്നെ ഒരിക്കലും അനിക്കൊരു സ്വസ്ഥതയും കൊടുക്കുന്നുമില്ല. അനിയുടെയും നന്ദുവിൻ്റെയും ബന്ധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും വഴക്കുണ്ടാക്കുകയും അനിയെ എപ്പോഴും സംശയിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അനാമിക. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. താങ്ക്